സെൻറ് മേരീസ് ITI കാച്ചേരി തൃശ്ശൂർ ഫിറ്റർ സെക്കൻഡ് ഇയർ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദനൻ, ഫിറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ക്രെയിനാണ്. ഇന്ന് ക്രെയിനിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രെയിൻ എന്ന് കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ക്രെയിനിൻ്റെ ഉപയോഗവും നിങ്ങൾക്കറിയാം. ഒരു വസ്തുവിനെ ഒരു സ്ഥലത്തു നിന്ന് ഉയർത്തി മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തരം ക്രെയിനുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനിലും അതിൻ്റെ ഷേപ്പിലും വ്യത്യാസം വരുന്നത് അത് ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ എത്ര വലിപ്പമുള്ള ഭാരമാണ് നമ്മൾ ഉയർത്തുന്നത്, അത് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചായിരിക്കും. അപ്പോൾ വലിയ വർക്കുകൾ അല്ലെങ്കിൽ വലിയ ഭാരം ഉയർത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്രെയിൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇവിടെ പറയുന്നത് ഫ്ലോർ ക്രെയിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാൻഡ് ഓപ്പറേറ്റഡ് ഫ്ലോർ ക്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് ലൈറ്റ് ലോഡ്സ്. ചെറിയ വെയിറ്റുകൾ ഉയർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രെയിനാണ് ഫ്ലോർ ക്രെയിൻ. അതാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഏകദേശം 2000 കിലോഗ്രാം വരെ ഉയർത്താവുന്ന ഒരു ഫ്ലോർ ക്രെയിനാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അത് ഹാൻഡിൽ ഉപയോഗിച്ചിട്ട്, ഓപ്പറേറ്റിംഗ് ഹാൻഡിൽ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ചെയിൻ ഉണ്ട്, പിന്നെ അതിൻ്റെ ഹുക്കും കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫ്ലോർ ക്രെയിൻ. ഇത് ഹൈഡ്രോളിക് ഫ്ലോർ ക്രെയിനാണ്. ഇതും സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. നേരത്തെ പറഞ്ഞത് ഹാൻഡ് ഓപ്പറേറ്റിംഗ് ഫ്ലോർ ക്രെയിൻ ആണെങ്കിൽ ഇത് ഹൈഡ്രോളിക് ഫ്ലോർ ക്രെയിനാണ്. ഇതിൻ്റെ പ്രത്യേകത, ദ ബൂം ഓഫ് ദ ക്രെയിൻ ഈസ് മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ അപ്രോക്സിമേറ്റ്ലി 30 ഡിഗ്രി ഹൈഡ്രോളിക്കലി. അപ്പോൾ ഇതിൽ ഈ ഹുക്ക് കാണാൻ നിങ്ങൾക്ക്. പിന്നെ ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ ഉണ്ട്, ഹൈഡ്രോളിക് റാം ഉണ്ട്. അപ്പോൾ ഹുക്കിൻ പിടിപ്പിച്ചിട്ടുള്ളത് ഒരു ബൂമിലാണ്. അതാണ് ബൂം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബൂമിനെ വേണമെങ്കിൽ നമുക്ക് മുകളിലേക്കും താഴത്തേക്കും ഏതാണ്ട് 30 ഡിഗ്രി, ഏകദേശം 30 ഡിഗ്രി വരെ മുകളിലേക്കും താഴേക്കും കൊണ്ടുവരാനായിട്ട് കഴിയും. പിന്നെ ബൂമിനെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ദ ബൂം ക്യാൻ വർക്ക് ഫോർ എ ലോങ്ങർ റീച്ച്. ബൂമിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ക്യാരിയൻ കപ്പാസിറ്റി കുറയും. ഇപ്പം ഇതിൻ്റെ ഏകദേശം ക്യാരിയൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 കിലോഗ്രാം മുതൽ 5000 കിലോഗ്രാം വരെ ഇതിൽ ഉയർത്താം, നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ ഈ ക്രെയിനൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ അടിയിൽ വീൽ പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ പുഷിങ്. തള്ളി നീക്കി നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു സിമ്പിൾ ജിബ് ക്രെയിനാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ അതിൽ ബേസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊരു വെർട്ടിക്കൽ മാസ്റ്റ്, കുത്തനെ നിൽക്കുന്ന ഒരു വെർട്ടിക്കൽ മാസ്റ്റ് കാണാം. അതിന് ഈ ബേസിൽ ഉറപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് പോയാൽ അവിടെ ഒരു ഈ വെർട്ടിക്കൽ മാസ്റ്റിൻ്റെ മുകൾ ഭാഗത്തൊരു ബെയറിംഗ് പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഒരു ഹൊറിസോണ്ടൽ ബൂം കാണാം. ഹൊറിസോണ്ടൽ ബൂം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ ഈ വെർട്ടിക്കൽ മാസ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇടതുവശത്ത് കാണുന്ന സ്റ്റിഫ് ലെഗ് അത് ഉപയോഗിച്ചിട്ടാണ് അതിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു ഗൈ സപ്പോർട്ടേഴ്സ് കാണാം. 2 ഗൈ സപ്പോർട്ടേഴ്സ് ആരോ കൊടുത്ത് അവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ ഹൊറിസോണ്ടൽ ബൂമിലേക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ താഴേക്ക് ഇവിടെ ഈ ഹൊറിസോണ്ടൽ ബൂമിൽ തന്നെ ഒരു ട്രോളി മൗണ്ടഡ് ബ്ലോക്ക് കാണാം. പിന്നെ അവിടുന്ന് ഈ ട്രോളി മൗണ്ടഡ് ബ്ലോക്കിൽ നിന്ന് നേരെ താഴേക്ക് വന്നാൽ ലിഫ്റ്റിംഗ് ടാക്കിൾ, അതായത് ഉയർത്താനുള്ള കൊളുത്ത്. ഇതാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഈ സിമ്പിൾ ജിബ് ക്രെയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് 3 തരത്തിലുള്ള മൂവ്മെൻറ്റ് സാധ്യമാണ്. ഇവിടെ ആരോ കൊടുത്ത് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഒരു ആരോ കൊടുത്ത് നമുക്ക് മുകളിലേക്കും താഴത്തേക്കും.
റേസ് ഓർ ലോവർ ദ ലോഡ്, ഉയർത്താനും താഴ്ത്താനും പറ്റും. പിന്നെ ഒരു ഹൊറിസോണ്ടലായിട്ടൊരു ആരോ കൊടുത്തിട്ടുണ്ട്. ഈ ഹൊറിസോണ്ടൽ ബൂമിന് താഴെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. അത് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ്. ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് ലോഡ് ബിറ്റ്വീൻ മാസ്റ്റ്, വെർട്ടിക്കൽ മാസ്റ്റ് ആൻഡ് എൻഡ് ഓഫ് ദ ബൂം. ഈ ബൂമിൻ്റെ അറ്റം വരെ വേണമെങ്കിൽ നമുക്കിതിനെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഈ വെർട്ടിക്കൽ മാസ്റ്റിൻ്റെ മുകളിൽ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. അതാണ് 360 ഡിഗ്രി റൊട്ടേഷൻ ഓഫ് മാസ്റ്റ് ഓൺ ഇറ്റ്സ് ആക്സിസ്. ഇതിനെ 360 ഡിഗ്രി ആയിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇതാണ് ഒരു സിമ്പിൾ ജിബ് ക്രെയിനിൻ്റെ പ്രവർത്തനം. ഇതാണ് പില്ലർ ജിബ് ക്രെയിൻ. അപ്പോൾ ഇതിൻ്റെ പില്ലർ അല്ലെങ്കിൽ മാസ്റ്റ് അതിൻ്റെ അടിഭാഗത്ത്, അതിൻ്റെ ബോട്ടം, അതിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ ബേസിൽ നന്നായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇതിനൊരു ഹൊറിസോണ്ടലായിട്ടൊരു ബൂമുണ്ട്. ഹൊറിസോണ്ടലായിട്ടുള്ള ബൂമിനെ ഇതിൻ്റെ വെർട്ടിക്കലായി നിൽക്കുന്ന ഈ മാസ്റ്റ് അല്ലെങ്കിൽ പില്ലറിൻ്റെ മുകളിൽ നിന്ന് ഒരു സപ്പോർട്ട് കൊടുത്ത് ഇതിനെ ഉറപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ലിഫ്റ്റിംഗ് ടാക്കിൾ ഉണ്ട്, ഉയർത്താനായിട്ട് ഇതാ ഒരു കൊളുത്ത് പോലെ. അത് ഈ ബൂമിൽ, ഈ ഹൊറിസോണ്ടൽ ബൂമിൽ ഹാങ് ചെയ്ത് കിടക്കുന്നു. അതൊരു ട്രോളി മൗണ്ടഡ് ബ്ലോക്കിലാണ് അത് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിഫ്റ്റിംഗ് ടാക്കിള് ഈ ബൂമിനകത്ത്, ഈ ബൂമിൻ്റെ ലെങ്ത്ത് എത്രത്തോണ്ടുണ്ട് അത്രയും ഇതിനെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ ലോഡിനെ നമുക്ക് എടുത്തിട്ട് ഷിഫ്റ്റ് ദ ലോഡ് അറ്റ് എനി പൊസിഷൻ. പിന്നെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ദ ലോഡ് ക്യാൻ ബി റൊട്ടേറ്റഡ് വിത്തിൻ എ റേഡിയസ് ഫ്രം ദ മാസ്റ്റ്. ഈ മാസ്റ്റ് അല്ലെങ്കിൽ പില്ലറിൽ നിന്നുള്ള അതിൻ്റെ ഒരു വൃത്തപരിധിക്ക് ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ലോഡിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഡെറിക് ക്രെയിൻസ്. എന്താണ് ഡെറിക് ക്രെയിൻസ് എന്ന് പറഞ്ഞാൽ? ഡെറിക് ക്രെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെസിഫിക് സ്റ്റൈൽ ഓഫ് ലിഫ്റ്റിംഗ് മെഷീനാണ്. ഇപ്പം നമുക്ക് അതിനെ ലൊക്കേഷനിൽ വെച്ചിട്ട് തന്നെ അസംബിൾ ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നതാണ് ജിൻപോൾ ഡെറിക് ക്രെയിൻ. അപ്പോൾ ഫിഗറിൽ നമുക്ക് കാണാം, ഒരു സിംഗിൾ പോളാണ്. ജിൻപോൾ എന്ന് എഴുതിയിട്ട് ആരോ കൊടുത്തിട്ടുണ്ട്. അതൊരു ഒറ്റ സിംഗിൾ പോളാണ്. അതിനെ തറയിൽ നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ 4 സൈഡിലേക്കും ഗൈസ് കൊടുത്തിട്ടുണ്ട്. ഗൈസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തിട്ട് കമ്പിയോ കയറോ ഉപയോഗിച്ചിട്ട് 4 സൈഡിലേക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതിൽ ഉയർത്താനായിട്ടൊരു വർക്കിംഗ് ടാക്കിൾ ഉണ്ട്, ഹുക്ക് വെച്ചിരിക്കുന്നു. ഈ ഹുക്കിലാണ് ഇതിനെ ഉയർത്തുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ഉപയോഗിക്കുക? ഇറ്റ് ഈസ് യൂസ്ഡ് ടെമ്പററി ഹോസ്റ്റ് ടു റൈസ് ആൻഡ് ലോവർ. ഇതൊരു ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോയിസ്റ്റാണ്. ഇത് ലൈറ്റ് ലോഡുകളെ ഉയർത്താനായിട്ട് ഉപയോഗിക്കുന്നു. ഗൈഡ് ഡെറിക് ക്രെയിൻ. ദ ഡെറിക് ആർ മെയ്ഡ് ഓഫ് സ്റ്റീൽ ഓർ വുഡ്. ഇത് സ്റ്റീൽ കൊണ്ടുണ്ട്, അതുപോലെ മരം കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. 2 തരത്തിലുണ്ടാക്കുന്നുണ്ട്. ഡെറിക് മെയ്ഡ് ഓഫ് സ്റ്റീൽ ആർ മോസ്റ്റ്ലി യൂസ്ഡ്. കൂടുതലും സ്റ്റീൽ കൊണ്ടുള്ള ഡെറിക്കാണ് ഉപയോഗിക്കുന്നത്. ദ ഡെറിക് ഓർ ബൂം ഈസ് സപ്പോർട്ടഡ് വിത്ത് ദ മാസ്റ്റ്. ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ബൂമിനെ ഇതിൻ്റെ മാസ്റ്റ് എന്ന് പറയുന്ന വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന മാസ്റ്റുമായിട്ട് സപ്പോർട്ട് മാസ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്നു. മാസ്റ്റ് ആൻഡ് ബൂം ആർ ഐദർ ഹാൻഡ് ഓപ്പറേറ്റഡ് ഓർ പവർ ഓപ്പറേറ്റഡ്. ഈ മാസ്റ്റും ബൂമും ഒന്നെങ്കിൽ കൈകൊണ്ട് അല്ലെങ്കിൽ പവർ ഉപയോഗിച്ചിട്ടും പ്രവർത്തിക്കും. പിന്നെ ഈ ബൂം റൊട്ടേറ്റ് ചെയ്യണത് ഒരു ബുൾ ഗിയറിലാണ്. ആ ബുൾ ഗിയർ ഈ മാസ്റ്റുമായിട്ട് മാസ്റ്റിൻ്റെ അടിഭാഗത്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണിത്, ആ ബുൾ ഗിയറിലാണിത് റൊട്ടേറ്റ് ചെയ്യുക. ആവശ്യാനുസരണം റൊട്ടേറ്റ് ചെയ്യണു, ലോഡിനെ ലിഫ്റ്റ് ചെയ്യണു,
ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ട്രൈപോഡ് വിത്ത് ചെയിൻ പുള്ളി ബ്ലോക്ക്. Each leg of the tripod is having a hole at its top end to fix up a stout bolt through U-shaped shackle. ഇപ്പം 3 കാലുകളുണ്ട്, അതാണ് ട്രൈപോഡ് എന്ന് വന്നിട്ടുള്ളത്. ആ 3 കാലുകളുടെയും അറ്റത്ത് മുകൾ ഭാഗത്ത് ഹോളുണ്ട്. ആ ഹോളിലൊരു സ്റ്റൗട്ട് ബോൾട്ട് ഉപയോഗിച്ച് അവിടെ ഒരു യു ഷേപ്പ് ഷാക്കിളിനെ പിടിപ്പിച്ചിരിക്കുകയാണ്. ദിസ് ബോൾട്ട് ആൻഡ് ഷാക്കിൾ holds the tripod legs together at the top end. അപ്പോൾ ഈ ബോൾട്ടും ഷാക്കിളും ആണ് ഈ 3 കാലുകളെ, ഈ ട്രൈപോഡ് ലെഗ്സുകളെ അവിടെ ഉറപ്പിച്ച് നിർത്തുന്നത് ഈ ബോൾട്ടും ഈ ഷാക്കിളുമാണ്. ഷാക്കിൾ എന്ന് പറഞ്ഞാൽ വിലങ്ങ് എന്നർത്ഥമാണ്. വിലങ്ങിൻ്റെ ഷേപ്പിലുള്ള ഒരു ഡിവൈസാണിത്. And the chain pulley block can be hooked into the shackle. എന്നിട്ട് ഈ ചെയിൻ പുള്ളി ബ്ലോക്കിനെ ഈ ഷാക്കിളിനകത്തേക്ക് ഹുക്ക് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആവശ്യാനുസരണം വെയിറ്റിനെ ഉയർത്തുന്നതും താത്തുന്നതും. ഓവർഹെഡ് ക്രെയിൻ. An overhead traveling crane consists of a bridge constructed from one or several girders supporting a traveling host. അപ്പോൾ ഇതിലുള്ള ട്രാവലിംഗ് ഹോസ്റ്റിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗിർഡറുകൾ ഉപയോഗിച്ചിട്ട് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്ത പോലെയാണ്, ഒരു ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ പോലെയാണ് ഈ ഓവർഹെഡിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിൽ ട്രാവലിംഗ് ഹോസ്റ്റാണ്. ഒരറ്റത്ത് നിന്ന് മറ്റേറ്റത്തേക്ക് ഇതിങ്ങനെ ട്രാവൽ ചെയ്യും. അതുകൊണ്ടാണ് ട്രാവലിംഗ് ക്രെയിൻ എന്ന് ഇതിനെ പറയും. പിന്നെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഓവർഹെഡ് ക്രെയിൻ ഈസ് എ കോൾഡ് ഇൻ ഷോർട്ട് EOT ക്രെയിൻ. ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ EOT ക്രെയിൻ എന്ന് ഷോർട്ടിൽ പറയുന്നു. ദേ ആർ യൂസ്ഡ് ഇൻ വർക്ക്ഷോപ്പ്, എൻജിൻ റൂംസ് and in open yards to move material to a considerable distance in fabrication and assembly works. ഇത് വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കും, എൻജിൻ റൂമുകളിൽ ഉപയോഗിക്കും, ഓപ്പൺ യാർഡിൽ ഉപയോഗിക്കും. മെറ്റീരിയലിനെ മൂവ് ചെയ്യിക്കാനായിട്ട്, ഫാബ്രിക്കേഷൻ ആണെങ്കിലും അസംബ്ലി വർക്ക്സിലൊക്കെ മെറ്റീരിയലിനെ മൂവ് ചെയ്യിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ടണ്ണാണ് ലൈറ്റ് ഡ്യൂട്ടിയിൽ, ഹെവി ഡ്യൂട്ടിയിൽ 5 ടൺ ആയിരിക്കും. ഇതാണ് ഓവർഹെഡ് ക്രെയിൻ. ട്രാവലിംഗ് വാൾ ക്രെയിൻ. ട്രാവലിംഗ് വാൾ ക്രെയിൻ ആൾസോ യൂസ്ഡ് ഇൻ അസംബ്ലി ഷോപ്പ്. നേരത്തെ പറഞ്ഞു ഓവർഹെഡ് ക്രെയിനെ പറ്റി പറഞ്ഞു, അതുപോലെ ഇത് ട്രാവലിംഗ് വാൾ ക്രെയിൻ. ഇതും അസംബ്ലി ഷോപ്പുകളിൽ ഉപയോഗിക്കുന്നു. ദ ലോങ് ട്രാവൽ വീൽസ് റൺസ് ഓൺ റെയിൽസ് മൗണ്ടഡ് ഓൺ വീൽസ്. ഇത് ചുമരിനോട് ചേർന്നിട്ടൊരു റെയിൽ പോലെ ഉണ്ടാവും. അതിൻ്റെ മുകളിലാണ് ഇത്, വീലിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രെയിന് മൂവ് ആകുന്നത്. ഗാൻട്രി ക്രെയിൻ. മോസ്റ്റ് ഗാൻട്രി ക്രെയിൻസ് ആർ മച്ച് ലാർജർ ദാൻ ഓവർഹെഡ് ട്രാവലിംഗ് ക്രെയിൻ. ഓവർഹെഡ് ട്രാവലിംഗ് ക്രെയിനെക്കാട്ടിലും വലുതായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഔട്ട്സൈഡ് ഓഫ് ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിന് പുറത്താണ് ഇത് ഉപയോഗിക്കുന്നത്. ഗ്രാൻഡി ക്രെയിൻസ് ഓൾസോ മൂവ് ഓൺ ട്രാക്സ്. 2 സൈഡിലും ട്രാക്കുകൾ ഉണ്ടാവും. ആ ട്രാക്കിലൂടെയാണ് ഇത് മൂവ് ആവുന്നത്. ബട്ട് ദ ട്രാക്സ് ആർ ഓൺ ഗ്രൗണ്ടിലായിരിക്കും. റേദർ ദാൻ സസ്പെൻഡഡ് ഓവർഹെഡ്. ഓവർഹെഡിൽ പോലെ മുകളിലല്ല, ഇവിടെ താഴത്ത് ഗ്രൗണ്ടിൽ 2 ട്രാക്കിലൂടെ മൂവ് ചെയ്യുന്നതാണ് ഈ ഗ്രാൻഡി ട്രെയിൻ. Truck mounted mobile crane. There are locomotive cranes, truck mounted cranes, which are also used for lifting and moving the loads. അപ്പോൾ ലോക്കോമോട്ടീവ് ക്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിൻ പോലെ തന്നെ, നമ്മുടെ ഗൂഡ്സ് ട്രെയിൻ പോലെ വെയിറ്റ് കൊണ്ടുവരാനായിട്ട് ട്രാക്കിലൂടെ ഇങ്ങനെ കൊണ്ടുവരുന്ന സംവിധാനമാണത്. അതുപോലെ
ട്രക്ക് മൗണ്ടഡ് ക്രെയിൻസ്. ചിത്രത്തിൽ കാണുന്നത് ഒരു ട്രക്ക് മൗണ്ടഡ് മൊബൈൽ ക്രെയിനാണ്. ദീസ് ക്രെയിൻസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ റിമോട്ട് പ്ലേസ്. ഇപ്പോൾ ഈ ട്രക്ക് മൗണ്ടഡ് മൊബൈൽ ക്രെയിന് റിമോട്ട് പ്ലേസിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്രെയിനെ കുറിച്ചുള്ള ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.